So good morning to our class and welcome. This is our topic, the Heckscher Ohlin trade model. Okay, ഏതാണ് Heckscher Ohlin trade model. അപ്പോൾ ഈ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് ക്ലാസിക്കൽ തിയറിക്കകത്ത് നമ്മൾ സ്മിത്തിൻ്റെ മോഡൽ പഠിച്ചു, റിക്കാർഡോയുടെ മോഡൽ പഠിച്ചു അല്ലേ, ഇത് രണ്ടും നമ്മൾ പഠിച്ചു. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് മോഡൽ പഠിച്ചു, അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് മോഡൽ പഠിച്ചു. ഇത് രണ്ടും നമ്മൾ പഠിച്ചു. അത് രണ്ടും ക്ലാസിക്കൽ തിയറിയാണ്. ക്ലാസിക്കൽ തിയറി വേറെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞു തിയറികൾ, അതൊക്കെ നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന, പക്ഷേ നമ്മളിവിടെ കവർ ചെയ്യേണ്ട ആവശ്യമില്ല. ക്ലാസിക്കൽ തിയറി അല്ലെങ്കിൽ ചെറുതായിട്ട് കവർ ചെയ്താൽ നമുക്ക് പിന്നീട് നോക്കാം, പ്രധാനപ്പെട്ട ആദ്യം നോക്കാം. ഓക്കെ, ഞാൻ അപ്പം ഈ ക്ലാസിക്കൽ തിയറിയിൽ സ്മിത്തും റിക്കാർഡോയും പറഞ്ഞു അവരുടെ മോഡൽ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് ഓർത്തിരിക്കാനും എളുപ്പമാണ്. അവർ പറഞ്ഞ എന്താണെന്നറിയോ, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ നമ്മളൊരു പൊതുവെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഹെൽപ്പ് ചെയ്യും. ഹാർമണി ഓഫ് ഇൻട്രസ്റ്റ് നമ്മൾ പറയല്ലേ, ഹാർമണി ഓഫ് വാട്ട് ഇൻട്രസ്റ്റ്. അപ്പോൾ ഹാർമണി ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എനിക്ക് നല്ലതാകുന്നതാണ് നിനക്കിഷ്ടം, നിനക്ക് നല്ലതെന്നാണ് എനിക്കിഷ്ടം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവില്ല. ആ വിശ്വാസത്തിൻ്റെ ബേസിലായിരിക്കും നമ്മുടെ പ്രവൃത്തിയൊക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ എക്സ്പോർട്ടിൻ്റെ മുകളിൽ വേറൊരാളെ ടാരിഫ് ഏർപ്പെടുത്തിയാൽ വേറൊരാളുടെ നമ്മൾക്ക് ഇങ്ങോട്ടുള്ള ഇമ്പോർട്ടിൻ്റെ പേരിൽ നമ്മളും ടാരിഫ് ഏർപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ട്രേഡ് പരമാവധി പ്രൊമോട്ട്, ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് കാണും. എന്ത് കാണും? ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ്. അപ്പോൾ ഈ ഒരു നമ്മൾ പറയല്ലേ, ഈ ഒരു തീം, ഈ ഒരു വൈബ് എന്നൊക്കെ പറയല്ലേ, അതിൻ്റെ ബേസിലാണ് റിക്കാർഡോയുടെ തിയറി വരുന്നതും സ്മിത്തിൻ്റെ തിയറി വരുന്നതും റിക്കാർഡോയുടെ തിയറി വരുന്നതും. അപ്പം ക്ലാസിക്കൽ തിയറി ബേസിക്കലി എല്ലാം നല്ലതാണ്. ഫ്രീ, ഓപ്പൺ, അൺറെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇക്കണോമിക് ആക്ടിവിറ്റീസ് എല്ലാം ഭയങ്കര നല്ലതാണെന്ന് പൊതു കാഴ്ചപ്പാടുള്ളവരാ. ഫ്രീ മാർക്കറ്റ് ഇക്കോണമി, ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം, ശരിയല്ലേ, ഇൻവിസിബിൾ ഹാൻഡ്, ലേസ് എഫർ പോളിസി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് വേണം. അപ്പോൾ ആ ബേസിക് ഫിലോസഫിയിൽ നിന്നാണ് ഇവരുടെ മറ്റ് തിയറികളും വന്നത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഒരു റെസ്ട്രിക്ഷനും പാടില്ല എന്നുള്ള അവരുടെ ലേസ് എഫർ പോളിസി എന്നുള്ള കാഴ്ചപ്പാട് ട്രേഡ് തിയറിയിലുണ്ട്. അപ്പോൾ ആ ട്രേഡ് തിയറിക്കകത്ത് അവർ പറയുന്നത് ഇതാണ്, ഫ്രീ ആൻഡ് അൺറെസ്ട്രിക്റ്റഡ് ട്രേഡ് വേണം, ഫ്രീ ആൻഡ് ഫെയർ ട്രേഡ് വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് സ്മിത്ത് പറഞ്ഞു, ഒരു രാജ്യത്തിന് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ ആ രാജ്യം, ഒരു കമ്മോഡിറ്റിയിലുണ്ടെങ്കിൽ ആ രാജ്യം ആ കമ്മോഡിറ്റിയിൽ സ്പെഷ്യലൈസ് ചെയ്ത്, എങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത്, കംപ്ലീറ്റ് സ്പെഷ്യലൈസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊഡക്ഷൻ, എന്നിട്ട് അത് എക്സ്പോർട്ട് ചെയ്യണം. ഇത് കൺട്രി എയുടെ കേസിലാണ്, കമ്മോഡിറ്റി നമ്മൾ എക്സ് ആയിരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കൺട്രി ബിയുടെ കേസിൽ അതിലും വേറൊരു കമ്മോഡിറ്റിയുടെ കേസിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കാണും, ശരിയല്ലേ, കാണും. എന്നിട്ട് അതിൽ ആ കമ്മോഡിറ്റിയിൽ അത് കംപ്ലീറ്റ് സ്പെഷ്യലൈസ് ചെയ്യണം. എന്നിട്ട് ആ കമ്മോഡിറ്റി അവരെന്ത് ചെയ്യണം, എക്സ്പോർട്ട് ചെയ്യണം. മനസ്സിലായല്ലോ, ഇതാണ് സ്മിത്തിൻ്റെ മോഡൽ പറഞ്ഞത്. പിന്നെ ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷനാണ്, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് രണ്ടുപേരും ഷെയർ ചെയ്യും. നേരെ തിരിച്ച് റിക്കാർഡോയുടെ മോഡൽ ഒരു സെക്കൻഡ് താഴോട്ടില്ല, റിക്കാർഡോയുടെ മോഡൽ നമ്മൾ കണ്ടു, അവിടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ്. അവിടെ ഒരു കമ്മോഡിറ്റി, ഒരു രാജ്യം, അതിനെവിടെയാണോ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കൂടുതലുള്ളത് അത് പ്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ഇനി രണ്ടിലും അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ഉള്ള രണ്ടാമത്തെ രാജ്യം, എവിടെയാണോ കമ്പാരിറ്റീവ് ഡിസഡ്വാൻറ്റേജ് കുറവുള്ളത് അവിടെ അത് കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷൻ നടത്താം. എന്നിട്ട് ആ കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യണം. എനിവേ ക്ലാസിക്കൽ തിയറിയിലെല്ലാം പറയുന്നത് കംപ്ലീറ്റ് സ്പെഷ്യലൈസേഷനാണ്. നമ്മുടെ റിസോഴ്സ് എല്ലാം നമ്മളെ ഏറ്റവും മിടുക്കായിട്ടുള്ള പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് കമ്മോഡിറ്റിയാണ് അതിലോട്ട് അലോക്കേറ്റ് ചെയ്ത് അതിൽ പ്രൊഡ്യൂസ് ചെയ്ത് ആ കമ്മോഡിറ്റി നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. നമ്മൾ കൺസ്യൂം ചെയ്യണം, ബാക്കിയുള്ള നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജാണ് ക്ലാസിക്കൽ തിയറി വരുന്നത്. പക്ഷേ ക്ലാസിക്കൽ തിയറി രണ്ടൊന്ന് പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ശരിക്കും നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കേണ്ടതായിരുന്നു. പിന്നെ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി പ്രധാനപ്പെട്ട ടൈം കൺസ്ട്രെയിൻ്റെ ബേസിൽ അത് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് അവസാനം സ്പീഡപ്പ് ചെയ്ത് പറഞ്ഞു മതിയില്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ അങ്ങനെയല്ല, പോരായ്മ 1-2 ഞാൻ സൂചിപ്പിക്കാതിരിക്കാൻ പറ്റുമല്ലോ ഇപ്പോൾ തന്നെ. ഒന്ന്, അത് 2x2x1 മോഡലാണ്. എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട് കമ്മോഡിറ്റി കാണും, രണ്ട് രാജ്യങ്ങൾ കാണും, 2 കമ്മോഡിറ്റി കാണും, ഒരൊറ്റ ഫാക്ടർ പ്രൊഡക്ഷനേ ഉള്ളൂ. എന്ത്? ലേബർ. ഒരു ലേബർ തിയറി വാല്യൂ ഇതിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാൽ ഏത് കമ്മോഡിറ്റി ഉണ്ടാക്കപ്പെടുന്നത് ഒരാളുടെ കൈ കൊണ്ടാണ്, അല്ലെങ്കിൽ ലേബറിന് മാത്രമേ വാല്യൂ ഉള്ളൂ. 100 രൂപയുടെ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ 100 രൂപയുടെ വേജ് ആൾക്കാർക്ക് കൊടുക്കണം എന്ന കാഴ്ചപ്പാടാണ് ഇവർ. അപ്പോൾ ലേബർ തിയറി വാല്യൂവിനെ വിശ്വസിച്ച ആൾക്കാരായതുകൊണ്ട് അവരുടെ മോഡലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2x1 മോഡലായി ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ മാത്രമല്ല. നമുക്കറിയാം ലേബർ മാത്രമല്ല ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ലേബറുണ്ട്, ക്യാപിറ്റലുണ്ട്, ലാൻഡുണ്ട്, ഈവൻ എൻ്റർപ്രണർഷിപ്പും ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരൊറ്റ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ കണക്കിലെടുത്തു എന്നുള്ളത് ഇവരുടെ ഒരു റെസ്ട്രിക്ഷൻ, ഇവരുടെ ഒരു പരിമിതിയാണ്.
പിന്നെ ഇവരൊക്കെ വേറെ നമുക്ക് പറയാനുള്ളത് 2-3 പ്രശ്നങ്ങൾ. ഒന്ന്, അവർ പറഞ്ഞിരിക്കുന്ന ട്രേഡിൻ്റെ കാരണമാണ്. അവരുടെ ട്രേഡിൻ്റെ ഒരു കാരണം ഇവർ പറയുന്നത് എന്താണ്? ഒന്ന്, നമ്മൾ ട്രേഡ് നടത്താനുള്ള കാരണം ബേസിക്കലി കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസാണ്. എന്താണ്? കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസാണ്. കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസാണ്. ഈ കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസ് എന്തുകൊണ്ടായിരുന്നു? നമ്മൾ പിള്ളേർ നമ്മളോടൊരു കാര്യം ചോദിക്കുക, നമ്മളതിന് മറുപടി പറയുക അത് കാരണം. അപ്പോൾ നമ്മൾ പിള്ളേർ അതെന്ത് കാരണം എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസ് അത് കോസ്റ്റ് ഡിഫറൻസ് കാരണം. ക്ലാസിക്കൽ പറയുന്ന കോസ്റ്റ് ഡിഫറൻസ്. ഈ കോസ്റ്റ് ഡിഫറൻസ് എന്നാണെന്ന് നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ നമ്മളോട് പറയും അത് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ വ്യത്യാസം കാണും. എവിടെയാണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ വ്യത്യാസം കാണും. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ വ്യത്യാസം എന്നാന്ന് കാരണം എന്നാന്ന് എന്തുകൊണ്ട് അവരൊന്ന് ചോദിക്കരുത്. ഇവിടെ കൊണ്ട് അവരുടെ ആൻസർ തീരുക. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉൽപ്പാദന രീതി അങ്ങനെ വ്യത്യാസമായതുകൊണ്ടാണ് ഒരു രാജ്യത്ത് ഒരു കമ്മോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും വേറൊരു രാജ്യത്ത് വേറൊരു കമ്മോഡിറ്റി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടുതലല്ല കേട്ടോ, ഞാൻ ശരിക്കും ശ്രദ്ധ മാറിപ്പോയതുകൊണ്ടാണ്. ഒരു കമ്മോഡിറ്റി കോസ്റ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യും, മറ്റൊരു കമ്മോഡിറ്റി കോസ്റ്റ് കൂട്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റേ രാജ്യത്ത് ഓപ്പോസിറ്റ് കമ്മോഡിറ്റി കോസ്റ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ കമ്മോഡിറ്റി കമ്പാരിറ്റീവ് കോസ്റ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ്. അപ്പോൾ ഈ കോസ്റ്റ് കൂടുതലാണ് എന്തിന്? ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ മുമ്പേ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ റബ്ബറാണല്ലോ, റബ്ബറും ടെക്സ്റ്റൈൽസ്. റബ്ബർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മലേഷ്യയിൽ കോസ്റ്റ് കുറയും, ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം ഇന്ത്യയിൽ കോസ്റ്റ് കുറയുന്നതിൻ്റെ കാരണം ആ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വ്യത്യാസം, ഉൽപ്പാദന പ്രക്രിയ ഇന്ത്യയിലും മലേഷ്യയിലും വ്യത്യാസമാണ്. രണ്ടൊരു ഫാക്ടറിയിലുള്ളൂ ലേബർ വ്യത്യാസം. അപ്പോൾ ആ വ്യത്യാസം കൊണ്ട് ലേബർ കോസ്റ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ എവിടെ പറ്റും? മലേഷ്യയിൽ പറ്റും. ടെക്സ്റ്റൈൽ കോസ്റ്റ് കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ എവിടെ പറ്റും? ഇന്ത്യയിൽ പറ്റും. അപ്പോൾ ദിസ് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. വാട്ട് ഈസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഔട്ട്പുട്ട് വിച്ച് ഈസ് എക്സ്പ്രസ് ആസ് ഔട്ട്പുട്ട് ആസ് എ ഫംഗ്ഷൻ ഓഫ് വാട്ട്? ദ ഇൻപുട്സ് എവിടെ എന്താണ്? ലേബർ മാത്രമേ ഉള്ളൂ. ഇതാണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അപ്പോൾ പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ വ്യത്യാസം കൊണ്ടാണ് കോസ്റ്റിൽ വ്യത്യാസം വരുന്നത്, അതുകൊണ്ടാണ് കമ്മോഡിറ്റിയിൽ വ്യത്യാസം വരുന്നത്, അതുകൊണ്ടാണ് ട്രേഡ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞ് നിർത്തുവാണ്. ഏത്? ക്ലാസിക്കൽ തിയറി. ബേസിക്കലി ഡിഫറൻസ് എന്തിൻ്റെയാണ്? പ്രൊഡക്ഷൻ ഫംഗ്ഷനിലാണ് അവർ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ ഒരു കോൺസെപ്റ്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിലെ ഡിഫറൻസ് ആണെന്നുള്ള കേസ് നമുക്ക് പ്രായോഗികമായിട്ട് വിശ്വസിക്കാൻ പാടാം. നമുക്ക് തിയറി പറയുമ്പോൾ സംഭവം ശരിയാണ്, ഞങ്ങളങ്ങ് വിശ്വസിച്ചെന്ന് പറയാം, ഓക്കെ സമ്മതിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നെറ്റി വിളിച്ച് അവിടെ നിന്നാൽ മതി. പക്ഷേ നമ്മൾ പ്രായോഗികമായിട്ട് വരുമ്പോൾ പിന്നെയും പ്രശ്നങ്ങളാണ്. നേരെ തിരിച്ച് ക്ലാസിക്കൽ തിയറി ചെയ്ത ശേഷം വന്നാൽ ഹെക്സർ ഓയിലിൻ മോഡൽ അവർ 2-3 മാറ്റങ്ങൾ കൊണ്ടുവന്നു. അതിൽ 2 മാറ്റങ്ങൾ. ഒന്ന്, അതൊരു 2x2 മോഡലാണ്. ഈ 2 എന്താണ്? ഒന്ന് ലേബറും ക്യാപിറ്റലും. അപ്പോൾ മറ്റൊരു ലേബർ മാത്രമേ പരിഗണിച്ചുള്ളൂ, ഒരു ക്യാപിറ്റലും കൂടെ പരിഗണിച്ചു. അപ്പോൾ ഇപ്പം കൂടെ റിയലിസ്റ്റിക്കായി, റിയൽ വേൾഡായി, മോഡേണായി. അതുകൊണ്ടാണ് ഇവരെ മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹെക്സർ ഓയിലിൻ മോഡൽ എന്ന് പറഞ്ഞ മോഡൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ട് കാണില്ല, ഗോപിക്കും ഇതിനും കേട്ടിട്ട് കാണില്ല. ഈ ഹെക്സർ ഓയിലിൻ മോഡൽ ഫാക്ടർ പ്രൊപ്പോർഷൻ മോഡലിനെ വിളിക്കും, ഫാക്ടർ എൻഡോമെൻറ്റ് മോഡൽ എന്ന് വിളിക്കും. മോഡലിനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ ആ മോഡലിൻ്റെ ഒരു ഫീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ട് അത് ക്ലാസിക്കൽ തിയറി വ്യത്യാസം വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ തിയറി നമ്മൾ പഠിക്കേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. ഒരു തിയറിക്ക് ശേഷം വേറെ തിയറി പഠിക്കണമെങ്കിൽ രണ്ടാമത്തെ തിയറിക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവണമല്ലോ. അപ്പോൾ ഈ തിയറിക്ക് എന്താണ് വ്യത്യാസം? ഇവിടെ 2x2 മോഡലാണ്. ഓക്കെ, ലേബറിൻ്റെ കൂടെ ക്യാപിറ്റലും കൂടെ ഉണ്ട്. പിന്നെ ഇവർ പറഞ്ഞ വേറൊരു പ്രത്യേകത നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവർ പറഞ്ഞ എന്തുകൊണ്ടാണ് ശരിക്കും നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് നടത്തുന്നത്? അതിൻ്റെ കാരണം ക്ലാസിക്കൽ തിയറി പറയുന്ന പോലെ ഇവരും പറഞ്ഞു, എന്താണ്? പ്രൈസ് ഡിഫറൻസ് കൊണ്ടാണ്. എന്താണ്? പ്രൈസ് ഡിഫറൻസ്. ഈ പ്രൈസ് ഡിഫറൻസ് വരാനുള്ള കാരണം എന്താ? പ്രൈസ് ഡിഫറൻസ് വരാനുള്ള കാരണം ശരിക്കും നമുക്ക് ഒരു കോസ്റ്റ് ഡിഫറൻസ് അവിടെ വരാം. ഇനി പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വ്യത്യാസം വരാം. ഓക്കെ, എന്താണ്? ഫാക്ടേഴ്സ് ഓഫ് ഇവിടെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഡിഫറൻസ് ഇൻ കമ്മോഡിറ്റി പ്രൈസ് റൈസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദി റിലേറ്റീവ് സപ്ലൈ ഓഫ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ഇൻ ദി 2 കൺട്രീസ്. അപ്പോൾ അവർ പറയുന്നതാണ് പ്രൈസ് ഡിഫറൻസ് വരാനുള്ള കാരണം സപ്ലൈ ഓഫ് ഫാക്ടേഴ്സിൽ ഓഫ് പ്രൊഡക്ഷനിൽ വ്യത്യാസമുണ്ട്. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? പ്രൊഡക്ഷൻ. ഇത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ച് ആലോചിച്ച് നോക്കാം. നമ്മളെ എന്തുകൊണ്ടാണ് നമുക്ക് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ നമുക്ക് പറയാം ടീ ഒക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കുന്നുള്ള സ്ഥലമുള്ളതുകൊണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലേ. എന്നാൽ പോട്ടെ, റൈസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെള്ളമുള്ള സ്ഥലമുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു കാരണം, അതുപോലെ ഒരു കമ്മോഡിറ്റി പറയാൻ പറ്റുമോ? നമ്മൾ വേറെ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ടെക്സ്റ്റൈൽസ് തന്നെ എടുക്കാം, അത് അയച്ചോടെ ഭേദം. ടെക്സ്റ്റൈൽസിൻ്റെ പ്രത്യേകത പറയുക, അതിൻ്റെ ഒത്തിരി എംപ്ലോയീസ് വേണം. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് ടെക്സ്റ്റൈൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്?
അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ ലേബറുണ്ട്. നമുക്ക് എന്തുപോലെ ഇഷ്ടം പോലെ എന്നിട്ട് ലേബറുണ്ട്. അല്ലെങ്കിൽ സം അതർ കൺട്രി, അമേരിക്ക എന്തുകൊണ്ടാണ് എയറോപ്ലെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ? അതിൻ്റെ കാരണം അവിടെ ഇഷ്ടംപോലെ ടെക്നോളജി ഉണ്ട്, അല്ലെങ്കിൽ എയറോപ്ലെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ അത്രയും വലിയ ക്യാപിറ്റലുണ്ട്. നമുക്ക് ടെക്നോളജിയെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഒഴിവാക്കിയിട്ട് അതിനെ ക്യാപിറ്റലിന് കൂട്ടിയാൽ മതി എന്നുണ്ട്. ക്യാപിറ്റലുണ്ട്, ശരിയല്ലേ? അപ്പം നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ കൂടുതൽ ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യും. അതിൻ്റെ കാരണം എന്താ? നമ്മൾ കൂടുതൽ ലേബറുണ്ട്. അമേരിക്ക എന്ത് ചെയ്യുന്നു? ഒത്തിരി എയർപ്ലെയിൻ എക്സ്പോർട്ട് ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താ? അവർക്ക് ഇഷ്ടംപോലെ ക്യാപിറ്റലുണ്ട്. മനസ്സിലായല്ലോ? അപ്പം നമ്മൾ ട്രേഡ് നടത്താനുള്ള കാരണം നമുക്കുള്ള ഫാക്ടേഴ്സിൻ്റെ അളവാണ്. മനസ്സിലായല്ലോ? നമുക്കുള്ള ഫാക്ടേഴ്സിൻ്റെ ഇവരതാണ് പറയുന്നത്. അല്ലാതെ ക്ലാസിക്കൽ തിയറി എന്ന് പറയുന്നത് പ്രൈസ് ഡിഫറൻസിന് കാരണം കോസ്റ്റ് ഡിഫറൻസ് ആണ്, കോസ്റ്റ് ഡിഫറൻസിന് കാരണം പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണെന്നല്ല ഇവർ പറയുന്നത്. മനസ്സിലായല്ലോ? പ്രൊഡക്ഷൻ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ ഉത്തരം മുട്ടുമ്പം നമ്മൾ പറയല്ലേ കൊഞ്ഞനും കുത്തുക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഇവർ ഇവിടം കൊണ്ട് നിർത്തുകയല്ല ചെയ്യുന്നത്. ഇവരത് യഥാർത്ഥത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യം. നമുക്കറിയാലോ അമേരിക്ക എന്തുകൊണ്ടാണ് ഇത്ര മെഷീനറിയൊക്കെ, ജപ്പാൻ എന്തുകൊണ്ടാണ് ഇത്ര അവിടെ മെഷീനറി ഭയങ്കര ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ക്യാപിറ്റൽ അവിടെ ഉണ്ട്. അവർക്ക് അതിനുള്ള അറിവുണ്ടെന്നുള്ള വേറൊരു കാര്യം. പക്ഷേ അതിൻ്റെ കൂടെ അവർക്ക് എന്തുണ്ട്? ക്യാപിറ്റലുകളുണ്ട്. നമ്മളെന്തുകൊണ്ടാണ് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം നമുക്ക് ലേബർ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ടാണ്, ശരിയല്ലേ? സോ വൺ റീസൺ ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്, വൈ ഇന്ത്യ എക്സ്പോർട്ട് ടെക്സ്റ്റൈൽസ്, വൈ ദി US export aeroplane, the reason for that is the relative supply of factors of production. എന്താണ് സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? അതല്ലേ ശരിക്കും കൃത്യമായി നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു മറുപടി അല്ലേ? നമുക്ക് ക്ലാസിക്കൽ തിയറിയേക്കാളും അല്പം കൂടെ നമുക്ക് വിശ്വസിക്കാനുള്ള മറുപടി ഇതായിരിക്കും. ഫാക്ടേഴ്സ് ഓഫ് വാട്ട് എഴുതിക്കോട്ടെ, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കൊരു പ്രത്യേക രീതിയിലാണ്. അതായത് ലേബർ കൂടുതൽ ഉപയോഗിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ലേബർ. ബാക്കിയൊക്കെ ഡിലീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇച്ചോടെ കാണാനൊക്കെ എളുപ്പമുണ്ടല്ലോ. ഓക്കെ, ഒന്നുകൂടെ ഞാൻ എഴുതാം. ഓക്കെ, ശ്രദ്ധിക്കുക. ലേബർ കൂടുതൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യും. ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്ന എയർക്രാഫ്റ്റ് അമേരിക്ക പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? സോ വാട്ട് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസ് വി എക്സ്പോർട്ട് or the nature of international trade, it decided by the amount of factors of production that is available in each and every country. Okay, so this is the what we can say capital D. So textiles and aircraft D. Okay, so basically this is the most acceptable reason for the conduct of international trade, or why there should be international trade. International trade ന്റെ കാരണം, ഒറിജിൻ, ബേസിസ് ഓഫ് ട്രേഡ് ഒക്കെ എന്താണ്? ഈ ഒരു കാരണമാണ്. സപ്ലൈ ഓഫ് ഫാക്ടേഴ്സുള്ള വ്യത്യാസമാണ്. അപ്പോൾ അവിടെ വരുമ്പോഴല്ലോ ഈ മോഡേൺ തിയറി ക്ലാസിക്കൽ തിയറിയേക്കാളും നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് ശരിക്കും പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ തിയറിയും അതുപോലെ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന എന്താണ് മോഡേൺ തിയറിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഇൻട്രൊഡക്ഷനിലേക്ക് പോകാം. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണും. ഒരു സെക്കൻഡ്, ക്ലിയർ അല്ലല്ലോ, ക്ലിയർ ആക്കി. ഓക്കെ, ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും എന്താണ് നമ്മളിനി പഠിക്കാൻ പോകുന്ന മോഡലിൻ്റെ ഒരു ലോജിക്ക് എന്താണ്. നമ്മൾ ഇൻ്റർനാഷണൽ ട്രേഡ് തിയറിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മൈക്രോ എക്കണോമിക്സിലെ പോലെ മാക്രോ എക്കണോമിക്സിനേക്കാളും ലോജിക്സ് അതിൻ്റെ അകത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വായിച്ച് പഠിക്കുന്നതിനേക്കാളും രസകരം അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് നമുക്ക് മനസ്സിലാക്കി പഠിക്കുന്നത്. എല്ലാ തിയറി അങ്ങനെയാണ്, പക്ഷേ ഇത് കൂടുതൽ അങ്ങനെയാണ്. നമുക്ക് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും മനസ്സിലിരിക്കുക, നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഓക്കെ, സോ വി ആർ സ്റ്റാർട്ടിങ്. വാട്ട് ഈസ് എ ഹെക്സർ ഓലിൻ മോഡൽ? ആ സ്പെല്ലിങ് ഭയങ്കര പ്രധാനപ്പെട്ട ഹെക്സർ ഓലിൻ തിയറം, ഓർ വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി ആൻഡ് ആസ് വെൽ ആസ് മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. അപ്പോൾ ഇതിനെ നമ്മളെന്ന് വിളിക്കും മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. ഈ മോഡലിൻ്റെ ഒരു പ്രത്യേകത, ഇതിൽ നിന്ന് വേറെ ഒത്തിരി മോഡലുകൾ വന്നിട്ടുണ്ട്. സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ മോഡൽ നമുക്ക് പഠിക്കാനുണ്ട് അതൊക്കെ. അപ്പം അതുകൊണ്ട് ഇതൊരു സ്റ്റാൻഡേർഡാണ്. ഇതിൻ്റെ ബേസിൽ നിന്നാണ് നമ്മൾ പല തിയറികളെ എക്സ്പ്ലെയിൻ ചെയ്യും, വേറെ പുതിയ തിയറികളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, വൺസ് മോർ, ദിസ് തിയറി ഈസ് നോൺ ആസ് മോഡേൺ തിയറി ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്, ഓർ ബേസിക്കലി ഇറ്റ് ഈസ് എ ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി. ദി പ്രൊപ്പോർഷൻ ഇൻ വിച്ച്
factors are available in a country, the proportion in which factors are deployed for the production of a particular commodity. So that is why it is known as factor proportion theory. So this theory has been advocated by Ohlin, Heckscher and Ohlin. Okay, we are starting the factor proportion theory, or sometimes often referred to factor endowment theory. Endowment എന്ന് പറഞ്ഞാൽ ഫാക്ടർ എത്രമാത്രം ഒരു രാജ്യത്ത് അവൈലബിൾ ആണ്, അതാണ് അതിൻ്റെ എൻഡോമെൻറ്റ് നമ്മൾ പറയാം. ഓക്കെ, പുട്ട് ഫോർവേഡ് ബൈ സ്വീഡിഷ് ഇക്കോണമിസ്റ്റ് Heckscher and Ohlin. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ഇംഗ്ലീഷ് പേരിനേക്കാൾ ഒരു ഇച്ചിരി വ്യത്യാസമുള്ള ഒരു ഇംഗ്ലീഷ് പേര് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? അതിൻ്റെ കാരണം ഒരു സ്വീഡിഷ് ഇക്കോണമിസ്റ്റ് ആയതുകൊണ്ട്. Heckscher and Ohlin, which is also known as modern theory of international trade. What is that? Modern theory of international trade. The theory explains international trade in terms of the... ഒരു സെക്കൻഡ് ഞാൻ ഇച്ചിരി വലുതാക്കാം, സൂം ചെയ്യാം, വെയിറ്റ് ചെയ്യണേ. സൂം ചെയ്യുമ്പോൾ ഭയങ്കര വലുതായോ? ഇച്ചിരി മാറ്റുമ്പോൾ ഓക്കെ അല്ലേ? ഓക്കെ, സോ നൗ the theory explains international trade in terms of distribution of factor endowments in the country. Factor endowment എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്ടർ എൻഡോമെൻറ്റ് ഇപ്പോൾ മാത്സ് പഠിക്കുന്ന മാത്സ് ബേസിലുള്ള കുട്ടികളെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനാണ് കൂടുതലായിട്ടുള്ളത്. ഒന്ന് ലേബർ, രണ്ട് ക്യാപിറ്റൽ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ലേബറും ക്യാപിറ്റലും എത്രമാത്രം അവൈലബിൾ ആണ്, ഈ എൻഡോമെൻറ്റ്, ദ ഡിസ്ട്രിബ്യൂഷൻ ഓർ ദ അവൈലബിലിറ്റി ഇൻ എ സ്പെസിഫിക് കൺട്രി. ഓക്കെ, സോ ദാറ്റ് ഡിറ്റർമൈൻസ് ദ പാറ്റേൺ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. That is what this particular group advocates. The theory explains international trade in terms of the distribution of factor in the country, the factor intensities of commodities. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്കിപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, രണ്ട് രാജ്യം നമുക്ക് മുമ്പിലുണ്ട്. ഒന്ന് ഇന്ത്യ ആയിരിക്കാം, ഓക്കെ, നമ്മളിവിടെ ഇരിക്കുന്ന ഇന്ത്യ. രണ്ട് US ആണ്. അപ്പോൾ ആ രണ്ട് രാജ്യത്തും എന്തുണ്ട്? ഒരു ഗിവൺ ഫാക്ടർ എൻഡോമെൻ്റ് ഉണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയെ കൂടുതൽ എന്താണ്? ലേബറാണ് ഭയങ്കര കൂടുതൽ, ലേബറാണ് കൂടുതൽ. അമേരിക്കയിൽ കൂടുതൽ ക്യാപിറ്റലാണ് കൂടുതൽ. കെ നമ്മൾ എടുക്കുക, ക്യാപിറ്റലിൽ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ K/L റേഷ്യോ US കൂടുതലാണ്. ആരെക്കാളും? ഇന്ത്യയെക്കാളും. മനസ്സിലായല്ലോ? സോ ദിസ് എക്സ്പ്ലെയിൻസ് ദ റിലേറ്റീവ് ഫാക്ടർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദി ടു കൺട്രീസ്. ഓക്കെ, the K/L ratio, the proportion of capital to labor, is higher in the US compared to India, and it says that the US is a capital abundant country. What is that country? It is a capital abundant. What is abundance? Abundance means richness. Then similarly, India has a lower capital to labor ratio. That means labor is higher there, or India is a റിലേറ്റീവ്ലി ലേബർ അബണ്ടൻറ്റ് കൺട്രി. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഫാക്ടർ അബണ്ടൻസ് നമ്മൾ പറഞ്ഞു, ഫാക്ടർ എൻഡോമെൻറ്റ്സ് പറഞ്ഞു, ഫാക്ടർ സപ്ലൈ പറഞ്ഞു. മൂന്നൊന്ന് കേട്ടോ, ഫാക്ടർ സപ്ലൈ, ഫാക്ടർ എൻഡോമെൻറ്റ്, ഫാക്ടർ അബണ്ടൻസ്, മൂന്നും ഒരുപോലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ രാജ്യങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ. രണ്ടുപേരും എന്താണ്? ഒരു സെക്കൻഡ്, രണ്ടുപേരും എന്താണ്? രണ്ട് തരത്തിലുള്ള ഫാക്ടേഴ്സാണ് അബണ്ടൻ്റ് ആയിട്ട്. ഇനി അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ലേബർ അബണ്ടൻ്റ് ആയിട്ടുണ്ടാക്കാം. ഒരു ലേബർ കൂടുതൽ ഉപയോഗിച്ച് നമുക്ക് ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യാം, വിച്ച് ഈസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിച്ച് നമുക്ക് എയർക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം, വിച്ച് ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. സോ ദർ ഈസ് വാട്ട്? ടു കൺട്രീസ് which is one is the labor abundant country, the second is the capital abundant country. There are two commodities, textiles which is a labor intensive commodity, and there is what we can say aircraft which is a capital intensive commodity. മനസ്സിലായല്ലോ? ഇപ്പോൾ കാര്യങ്ങൾ കൂടിയിട്ടുള്ള ഏകദേശം രണ്ട് രാജ്യങ്ങൾ. ഫാക്ടർ എൻഡോമെൻറ്റ്, ഒരു രാജ്യത്തിന് ലേബർ അബണ്ടൻസ്, മറ്റൊരു രാജ്യത്തിന് ക്യാപിറ്റൽ അബണ്ടൻസ്. ആൻഡ് ദി factor intensities of commodities. One commodity is labor intensive. Intensive means you are using more labor and less capital to produce what we can say textiles, and on the other hand you are using more capital compared to labor when you are producing what? Aircraft. So textiles is a labor intensive commodity, aircraft is a capital intensive commodity. So this is the meaning of factor intensities with respect to commodities. Remember, factor intensity is with respect to commodities. On the other hand, factor endowment is with respect to countries. മനസ്സിലായല്ലോ? factor endowment is with respect to countries. Now we are proceeding. And production
ആൻഡ് ട്രേഡ് സെനാരിയോ റൈസിങ് ഔട്ട് ഓഫ് ദീസ് ടു കണ്ടീഷൻസ്. മനസ്സിലായല്ലോ, നമ്മൾ പറഞ്ഞു അതായത് രണ്ട് രാജ്യങ്ങൾ അവർക്ക് പ്രത്യേകതരമായ ഫാക്ടർ എൻഡോവ്മെൻ്റ് ആണ്, രണ്ട് കമ്മോഡിറ്റികൾ അവർക്ക് പ്രത്യേകതരമായ ഫാക്ടർ ഇൻറ്റൻസിറ്റിയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ട്രേഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇൻ്റർനാഷണൽ ട്രേഡ് നടക്കുന്നത്, അതിൻ്റെ കണ്ടക്റ്റ് എങ്ങനെയായിരിക്കും, ഏത് രാജ്യം ഏത് കമ്മോഡിറ്റി എക്സ്പോർട്ട് ചെയ്യണം, ഏത് രാജ്യം ഏത് കമ്മോഡിറ്റി ഇമ്പോർട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഓഹ്ലിൻ മോഡൽ തിയറം. ഓക്കെ, ഫോർ ദിസ് തിയറി ഇൻ്റർനാഷണൽ ട്രേഡ് ഒറിജിനേറ്റഡ് ഡ്യൂ ടു ഫാക്ടർ അബണ്ടൻസ്. നമ്മൾ പറഞ്ഞല്ലോ മുമ്പേ, അതായത് ഇൻ്റർനാഷണൽ ട്രേഡ് വരാനുള്ള കാരണം എന്താ, ഫാക്ടർ അബണ്ടൻസാണ്. വൺ കൺട്രി ഈസ് അബണ്ടൻറ്റ് വിത്ത് ലേബർ, ദ അതർ കൺട്രി ഈസ് അബണ്ടൻറ്റ് വിത്ത് ക്യാപിറ്റൽ ആൻഡ് ട്രേഡ് ഡയറക്ഷൻ ആൻഡ് കോമ്പോസിഷൻ. ട്രേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം എങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു, എവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. ട്രേഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ട്രേഡ് കോമ്പോസിഷൻ, ഒരു രാജ്യം എന്ത് എക്സ്പോർട്ട് ചെയ്യുന്നു എന്ത് ഇമ്പോർട്ട് ചെയ്യുന്നു, ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്താ, ഈ ഫാക്ടർ അബണ്ടൻസ് ഡിറ്റർമൈൻഡ് ബൈ ഫാക്ടർ അബണ്ടൻസ്. ശരിയല്ലേ? നൗ അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിഫറൻസ് ഇൻ കമ്മോഡിറ്റി പ്രൈസസ് arise due to difference in factor endowment in different countries. മനസ്സിലായല്ലോ? നൗ or in other ways, ഒന്നുകൂടെ ഞാൻ വയ്ക്കാം. അക്കോർഡിംഗ് ടു ദിസ് തിയറി ഡിഫറൻസ് ഇൻ കമ്മോഡിറ്റി പ്രൈസ് റൈസ് ടു ഡിഫറൻസ് ഇൻ ഫാക്ടർ എൻഡോവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് കൺട്രീസ്. നമ്മൾ പറഞ്ഞാണ് മുമ്പേ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മോഡിറ്റി പ്രൈസ് ഡിഫറൻസ് വരാനുള്ള കാരണം ഇന്ത്യയിൽ ടെക്സ്റ്റൈലിന് വിലക്കുറവും അമേരിക്കയിൽ എയർക്രാഫ്റ്റിന് വിലക്കുറവും വരാനുള്ള കാരണം എയർക്രാഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ അമേരിക്കയിൽ ചീപ്പാണ്. അത് കാരണം അത് അബണ്ടൻ്റ് ആണ്. വെൻ സംതിങ് ഈസ് അബണ്ടൻ്റ് ഇറ്റ് വിൽ ബി ചീപ്പ്. So we can use this particular factor to produce a particular commodity, aircraft. So the price of aircraft also will be lower in the US compared to the price of aircraft in India, even if it is produced in India. Okay. Now on the other hand, textiles, the price of aircraft textiles is low in India because the price of labor is low. Labor is low in India because why price of labor is low in India, because there is abundance of labor in India. So abundance of labor or labor abundance led to a decline in the price of what we can say or low price situation for labor. So when the price of labor is low, you can have a low price for textile which intensively uses the factor labor, okay, while in its production. അപ്പോൾ ഈ ലോജിക്ക് നമുക്ക് ഇവിടെ കിട്ടിയല്ലോ എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഓർ ഇൻ അതർ വേഴ്സ് എ ഡിഫറൻസ് ഇൻ ദി റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ റൂട്ട് കോസ് ഫോർ ട്രേഡിങ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ ഇഷ്ടം പോലെ തൊഴിലാളികളുണ്ട്, പോപ്പുലേഷൻ്റെ തൊഴിലാളികളുണ്ട്, ലേബറിന് കൂലി കുറവാണ്. അതുകൊണ്ട് ലേബർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഏത് പ്രൊഡക്റ്റിനും പ്രൈസും കുറവായിരിക്കും. അപ്പോൾ അത് നമുക്ക് അമേരിക്കയിലോട്ടോ മറ്റ് രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാം. അമേരിക്ക, യൂറോപ്പ് പോലുള്ള രാജ്യങ്ങളിൽ ലേബർ കുറവാണ്, അവിടെ കൂടുതലും ക്യാപിറ്റലാണ്. അതുകൊണ്ട് ക്യാപിറ്റലിന് അവിടെ എന്താണ്, കൂലി വില കുറവാണ്, റിട്ടേൺ കോസ്റ്റ് കുറവാണ്. അപ്പം ക്യാപിറ്റൽ കൂടുതലിട്ട് മെഷീനറിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ച് അവർക്ക് ഉണ്ടാക്കി അവർക്ക് എന്ത് ചെയ്യാം, ഇന്ത്യയിലോട്ട് എക്സ്പോർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫാക്ടർ which determines the pattern of international trade. Following are the two important findings of Heckscher model regarding the origin or basis of trade. എന്തുകൊണ്ട് ട്രേഡ് ഉണ്ടാകുന്നു, നമ്മൾ ഫസ്റ്റ് ട്രേഡിന് കാരണം ഞാൻ എന്തുകൊണ്ടാണ് എൻ്റെ ഒരു സാധനം അമേരിക്കയിലോട്ട് അമേരിക്കൻ്റെ അവരുടെ ഒരു ഐറ്റം ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ടി അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യേണ്ടി, അതിൻ്റെ ലോജിക്ക് എന്താ, അതിനെക്കുറിച്ച് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്. ദ ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് റെസ്റ്റ് ഇൻ ദി റിലേറ്റീവ് പ്രൈസ് ഓഫ് commodities in two countries. Okay, now difference in commodity price rise to difference in relative supply of factors of production to countries due to difference in factor endowments. ഇതെല്ലാം നമ്മൾ പറഞ്ഞാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഫാക്ടർ endowments means the relative distribution of factors of production among the two countries. മനസ്സിലായല്ലോ, രണ്ട് രാജ്യങ്ങൾക്കാരെ എത്രമാത്രം ക്യാപിറ്റൽ ഉണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ എവിടെയാണ് കൂടുതൽ. മനസ്സിലായല്ലോ, ഇതാണ് നമ്മൾ ഫാക്ടർ എൻഡോവ്മെൻറ്റ് അല്ലെങ്കിൽ ഫാക്ടർ അബൻഡൻസ് എന്നൊക്കെ പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ മോഡലിൻ്റെ അസംഷനിലേക്ക് വരാം. നമ്മൾ ക്ലാസിക്കൽ തിയറി പഠിച്ചപ്പോൾ സ്മിത്തിൻ്റെയും റിക്കാർഡോയുടെയും തിയറി പഠിച്ചപ്പോൾ നമ്മൾ അസംഷൻസ് നോക്കി. ഇവിടെ നമുക്ക് അസംഷൻ നോക്കാം. എന്താണ് അസംഷൻ? ഫാക്ടർ എൻഡോവ്മെൻറ്റ്സ് ഇൻ ടു കൺട്രീസ് ആർ ഡിഫറൻറ്റ്. രണ്ട് രാജ്യത്ത് ഫാക്ടർ എൻഡോവ്മെൻറ്റ്സ് ഡിഫറൻ്റ് ആയിരിക്കും. ഒരു രാജ്യത്ത് ലേബർ അബൻഡൻസ് ആണെങ്കിൽ വേറൊരു രാജ്യത്ത് ക്യാപിറ്റൽ അബൻഡൻസ് ആയിരിക്കും. ദി പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആർ ഐഡൻറ്റിക്കൽ ഫോർ ഐഡൻറ്റിക്കൽ കമ്മോഡിറ്റീസ് ബട്ട് ഡിഫറൻറ്റ് ഫോർ ടു ഗുഡ്സ്. എന്താണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉൽപ്പാദന പ്രക്രിയ എന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ലേബറിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും. നമുക്ക് ചുമ്മാ എന്ന് പറയുകയാണ്, ലേബറിൻ്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇങ്ങനെയായിരിക്കും. 10 യൂണിറ്റ് ലേബർ ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ
ഒരു യൂണിറ്റ് ക്യാപിറ്റലായിട്ട് ആയിരിക്കും ഉപയോഗിക്കേണ്ടത്. എയർക്രാഫ്റ്റിൻ്റെ നമ്മളിവിടെ എയർക്രാഫ്റ്റിന് വരെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന 2 കമ്മോഡിറ്റി ഉണ്ട്. നമ്മൾ അതിലേക്ക് നോക്കാം. നമ്മൾ മുമ്പ് പറഞ്ഞ എയർക്രാഫ്റ്റിൻ്റെ എങ്ങനെയാണ്, ഒരു യൂണിറ്റ് ലേബർ ഉപയോഗിക്കുമ്പോൾ ക്യാപിറ്റൽ 100 യൂണിറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ദ കോമ്പിനേഷൻ ഇൻ വിച്ച് യൂസ് എ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഓക്കെ, യൂസ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, okay, to produce the ultimate product is the production function. The production function is identical for commodities. ഇതിൻ്റെ അർത്ഥം എന്നാ അറിയാം, ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കുന്ന അതേ രീതി വെച്ച് തന്നെയാണ് അമേരിക്കയിലും ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അവിടെ ഇന്ത്യയിൽ ലേബർ കൂടുതലായിട്ട് ഉപയോഗിച്ചാണ് എന്തുപയോഗിക്കുന്നത്, ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലും ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതൽ ലേബർ വെച്ചായിരിക്കും. ശരിയല്ലേ? കൂടുതൽ ക്യാപിറ്റൽ വെച്ചാണെങ്കിൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് തന്നെ ടെക്സ്റ്റൈൽ പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് പറ്റില്ല. അങ്ങനെയല്ല, കൂടുതൽ ലേബർ ഉപയോഗിച്ചാൽ. അപ്പോൾ കൂടുതൽ ലേബർ ഉപയോഗിച്ചാണ് ഇന്ത്യയിൽ ടെക്സ്റ്റൈൽ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ലേബർ ഉപയോഗിച്ചാണ് അമേരിക്കയിലും ടെക്സ്റ്റൈൽ ഉപയോഗിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അമേരിക്കയിൽ എയ്റോപ്ലെയിൻ ഉണ്ടാക്കുന്ന അതേ രീതി വെച്ചാണ് ഇന്ത്യയിലും എയ്റോപ്ലെയിൻ ഉണ്ടാക്കുന്നത്. റിമെമ്പർ, സോ ദി പ്രൊഡക്ഷൻ ഫങ്ഷൻ ആർ ദി സെയിം ഫോർ ബോത്ത് ടെക്സ്റ്റൈൽസ് ആൻഡ് എയർക്രാഫ്റ്റ് ഇൻ ഇന്ത്യ ആൻഡ് ദി US, ബട്ട് ഡിഫറെൻറ്റ് ഫോർ ടു ഗുഡ്സ്. ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റൈൽ ഇങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ ഫങ്ഷൻ, എയർക്രാഫ്റ്റിൽ ഇങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ ഫങ്ഷൻ. രണ്ടും ഡിഫറെൻ്റ്. പക്ഷേ ഇത് രണ്ടും സെയിം എന്ന് പറഞ്ഞാൽ ലേബർ ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കുന്ന അതേ രീതിയായിരിക്കും. എവിടെ, ഒരു സെക്കൻഡേ, ഓക്കെ, അതേ രീതിയിലായിരിക്കും എന്ത് ചെയ്യുക, ഇന്ത്യയിലും അമേരിക്കയിലും ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കുന്ന എയർക്രാഫ്റ്റ് ഇന്ത്യയിലും അമേരിക്കയിലും ഒരു സെയിം രീതിയിലായിരിക്കും ഉൽപ്പാദിപ്പിക്കുക. ബട്ട് ദീസ് 2 കമ്മോഡിറ്റീസിന് പ്രൊഡക്ഷൻ ഫങ്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അസംഷൻസ് ഇങ്ങനെ നോക്കി പോകുമ്പോഴേ നമ്മൾ പഠിക്കുമ്പം തന്നെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളങ്ങ് വിട്ടുപോകുള്ളൂ, നോക്കുമല്ല, അർത്ഥം നമുക്ക് പലപ്പോഴും വിട്ടുപോകും, മനസ്സിലാക്കാതെ പോകും. അങ്ങനെയല്ല, നമ്മൾ മനസ്സിലാക്കി പോകണം. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഫാക്ടർ ഇൻറ്റൻസിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഫോർ 2 കമ്മോഡിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. നമ്മളിപ്പോൾ പറഞ്ഞാൽ മാച്ച് കളഞ്ഞു പോയി, ശരിയല്ലേ? അപ്പോൾ നമ്മൾ ടെക്സ്റ്റൈൽസിനെ സംബന്ധിച്ചോളം 10 യൂണിറ്റ് ലേബറും 1 യൂണിറ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ നമ്മൾ എയർക്രാഫ്റ്റിനെ സംബന്ധിച്ചോളം 1 യൂണിറ്റ് ലേബറും ക്യാപിറ്റൽ എത്രയാണ് നമ്മൾ പറഞ്ഞത്, ഏകദേശം 50 യൂണിറ്റ് അല്ലെങ്കിൽ 100 യൂണിറ്റ് ക്യാപിറ്റൽ ഉപയോഗിച്ച് നമ്മൾ ഉത്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഫാക്ടർ ഇൻറ്റൻസിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഫോർ 2 കമ്മോഡിറ്റീസ്. ടെക്സ്റ്റൈൽസ് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റിയാണ്. അതുപോലെ എയർക്രാഫ്റ്റ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ്. ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി, ലേബർ ഇൻറ്റൻസിറ്റി, മനസ്സിലായോ? കമ്മോഡിറ്റി X is ലേബർ ഇൻറ്റൻസീവ് in both countries and commodity Y is capital intensive in both countries. So airplane is capital intensive in both US and India. Textiles is labor intensive in both the US and India. ഓക്കെ, ഇനി എന്താണ് ഇൻറ്റൻസിറ്റി എന്ന് ഞാൻ പറയാം. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ മലയാളം അർത്ഥം തീവ്രത എന്നാണ്. ഒരു കമ്മോഡിറ്റി ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഫാക്ടർ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഫാക്ടർ ഇൻറ്റൻസീവായിട്ട് ഇവിടെ ഉപയോഗിച്ച് നമുക്ക് പറയാം. ശരിയല്ലേ? നമ്മൾ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യം പറഞ്ഞു. ടെക്സ്റ്റൈൽസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ 10 യൂണിറ്റ് ലേബറും 1 യൂണിറ്റ് ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കുന്നത്. 1/10 ആണ് ക്യാപിറ്റൽ ടു ലേബർ റേഷ്യോ. അതിൻ്റെ അർത്ഥം എന്താണ്? സോ ദിസ് ഈസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ഇൻറ്റൻസീവ്നെസ് ഓഫ് എ പർട്ടിക്കുലർ ഫാക്ടർ ഷൂസ് the more proportion of the factor used in that particular item or production of that item. So that is called a factor intensity. ഇപ്പോൾ ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫാക്ടർ കൂടുതലായിട്ട് ഒരിടത്ത് ഉപയോഗിക്കുക. അപ്പോൾ അതിന് നമ്മൾ ലേബർ ഇൻറ്റൻസിറ്റി, ആണ് ലേബർ ഇൻറ്റൻസിറ്റി. ദ എമൗണ്ട് ഓഫ് ദി എമൗണ്ട് ഓഫ് ഫാക്ടേഴ്സ്, റിലേറ്റീവ് ഫാക്ടേഴ്സ് used in these 2 particular in the production of a particular commodity is called factor intensity. നമ്മൾ ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്നാണ് ഇവിടെ നന്നായിട്ട് താഴെ പറയുന്നുണ്ട്. ഫാക്ടർ ഇൻറ്റൻസിറ്റീസ് ആർ ഡിഫറെൻറ്റ് ഫോർ 2 കമ്മോഡിറ്റീസ്. വൺ സെക്കൻഡ് ഞാൻ ഇങ്ങോട്ട് മാറ്റിക്കോട്ടെ. ഓക്കെ, ദെൻ ദർ ഇസ് നോ ഫാക്ടർ ഇൻറ്റൻസിറ്റി റിവേഴ്സൽ. എന്താണ് ഫാക്ടർ ഇൻറ്റൻസിറ്റി റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ? റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇന്ന് ലേബർ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ടെക്സ്റ്റൈൽസ് നാളെ ക്യാപിറ്റൽ കൂടുതൽ കൊണ്ട് ഉപയോഗിക്കുന്ന അവസ്ഥ വരില്ല.
വരില്ല എന്നാണ് പറയുന്നത്. ഇതാണ് വരുവാണെങ്കിൽ ഫാക്ടറി ഇൻറ്റൻസിറ്റി റിവേഴ്സിലാണ്. നമ്മൾ പറയാമല്ലോ, ഇന്ന് നമ്മൾ ടെക്സ്റ്റൈൽ ഉപയോഗിക്കുന്നത് ഉൽപ്പാദിപ്പിക്കുന്നത് കൂടുതൽ തൊഴിലാളികളെ വെച്ചാൽ നാളെ നമുക്ക് ആ ടെക്നോളജിയൊക്കെ മാറ്റിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടെക്നോളജിയൊക്കെ മാറ്റിയിട്ട് തൊഴിലാളി കുറച്ചും മെഷീനറി കൂട്ടിയും ക്യാപിറ്റൽ കൂട്ടി ഉള്ളൊരു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉൽപ്പാദനം പറ്റുമെങ്കിൽ നമുക്ക് പറയാം ഫാക്ടറി ഇൻറ്റൻസിറ്റി റിവേഴ്സ് ചെയ്ത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ടെക്സ്റ്റൈൽസ് ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി ഇന്നലെ വരെ തൊഴിലാളികളെ കൊണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നു, കൂടുതൽ തൊഴിലാളികളെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന എന്താണ് ടെക്സ്റ്റൈൽസ് ഇന്നിതാ എന്തായി തീർന്നു? ക്യാപിറ്റൽ ഉപയോഗിച്ച് മെഷീനറി ഉപയോഗിച്ച് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വരില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ സിറ്റുവേഷൻ വന്നാലും ഈ മോഡൽ വർക്കൗട്ട് ചെയ്യില്ല. അപ്പോൾ ഈ മോഡൽ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ചില കണ്ടീഷൻസ് നമ്മൾ പറയും. അപ്പം ഇന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള സാധനം നാളെയും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഐറ്റം നാളെയും നമുക്ക് ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഐറ്റം തന്നെ ആയിരിക്കും. റിവേഴ്സൽ വരില്ല. മനസ്സിലായല്ലോ? പ്രൊഡക്ഷൻ ഓഫ് ബൂത്ത് ഗുഡ്സ് ഇൻവോൾവ്സ് യൂസ് ഓഫ് ബൂത്ത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ നമ്മളിപ്പം പറയുകയാണെങ്കിൽ ഇവിടെ കണ്ടോ, ഇച്ചിരിയെങ്കിലും ക്യാപിറ്റൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ, ശരിയല്ലേ? ഇനി ഇച്ചിരിയെങ്കിലും ലേബർ ഉപയോഗിക്കുന്നുണ്ട് എവിടെ? എയർക്രാഫ്റ്റിൽ. അപ്പോൾ രണ്ട് കമ്മോഡിറ്റിയിലും പ്രൊഡക്ഷൻ്റെ കേസിൽ രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, അഞ്ചാമത്തെ അസംപ്ഷൻ. സോ ദിസ് ഈസ് കോൾഡ് 2x2x2 മോഡൽ. ദിസ് ഈസ് എ 2x2x2 മോഡൽ എന്ന് പറയുന്നത് രണ്ട് കൺട്രി, രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, രണ്ട് കമ്മോഡിറ്റി, ഇനി അതാ കറക്റ്റായിട്ടുണ്ട്, രണ്ട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ മോഡലിൻ്റെ പ്രത്യേകത. 2x2x2 മോഡലായിരിക്കും. ഹെക്സർ ഓയിലിൻ മോഡലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇറ്റ് ഈസ് നോട്ട് എ 2x2x1 മോഡൽ ആസ് ഇൻ ദി കേസ് ഓഫ് ക്ലാസിക്കൽ തിയറി. അതർ 2x2x2 ഫാക്ടർ എൻഡോമെന്റ്സ് ആർ ട്രൈഡ് ഫോർ ഈച്ച് കൺട്രി. ഓക്കെ, ഫാക്ടേഴ്സ് ഈസ് മൊബൈൽ ട്രൈഡ് എന്നല്ല കേട്ടോ, ഗിവൺ. ഫാക്ടർ എൻഡോമെന്റ്സ് ആർ ഗിവൺ ഫോർ ഈച്ച് കൺട്രി. ഓരോ രാജ്യത്തിനും ഒരു നിശ്ചിത എമൗണ്ട് ഓഫ് ഫാക്ടർ എൻഡോമെൻ്റ് ആയിരിക്കും. ഇത് ഭയങ്കരമായിട്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമൊന്നുമില്ല. ഈ അമേരിക്ക പെട്ടെന്ന് തൊഴിലാളികൾ കൂടുമോ, ഇന്ത്യ പെട്ടെന്ന് ക്യാപിറ്റൽ കൂടുമോ, അങ്ങനെ സിറ്റുവേഷൻ വരുമല്ല. ഫാക്ടേഴ്സ് ആർ മൊബൈൽ വിത്തിൻ ഈച്ച് കൺട്രി ബട്ട് ഇമ്മൊബൈൽ ബിറ്റ്വീൻ കൺട്രി. എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ത്യയിൽ നിന്ന് തൊഴിലാളി അമേരിക്ക പോയി കഴിഞ്ഞാൽ അമേരിക്ക ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, അമേരിക്കൻ ക്യാപിറ്റൽ ഇന്ത്യക്ക് വന്നാൽ ഇന്ത്യ എയർക്രാഫ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ പറ്റിയാൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പ്രൊഡിക്ഷനെല്ലാം മാറും. അങ്ങനെ നടക്കുമല്ല. കമ്മോഡിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. മനസ്സിലല്ലോ? ടെക്സ്റ്റൈൽ അമേരിക്കയിലോട്ട് പോകാം, എയർക്രാഫ്റ്റ് ഇന്ത്യയിലേക്കും വരാം. പക്ഷേ ടെക്സ്റ്റൈൽ ഉൽപ്പാദിപ്പിക്കുന്ന ലേബർ അമേരിക്കയിലോട്ട് പോകില്ല, എയർക്രാഫ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ക്യാപിറ്റൽ ഇന്ത്യയിലേക്കും വരില്ല. ദർ ഈസ് ഇമ്മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ between the countries. Okay, but within the country you can see factors are moving from one region to another region, one industry to another industry. So on the basis of this assumption, the Heckscher model predicts that. എന്താണ് Heckscher model പറയുന്നത്? അപ്പോൾ ഈ Heckscher model നമ്മളോട് പറയുന്നത്, ഈ ഒരു മോഡൽ ഇത്രയും അസംഷൻ, നമ്മൾ 7 അസംഷൻ്റെ ബേസിൽ ഒരു പറയാണ്, ദ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി US capital abundant will specialize in the case of a capital intensive commodity, specialize in the production of capital intensive commodity and will make export. ഇപ്പോൾ US എന്ത് ചെയ്യും? അത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി. US എന്താണ്? US എങ്ങനെയുള്ള രാജ്യമാണ്? US ക്യാപിറ്റൽ അബൻഡൻ്റ് ആയിട്ടുള്ള രാജ്യം. അതെന്ത് ചെയ്യും? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള, നമ്മൾ അതെന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. അത് എയർക്രാഫ്റ്റ് എക്സ്പോർട്ട് ചെയ്യും. നമ്മുടെ എക്സാമ്പിൾ കേട്ടോ, എയർക്രാഫ്റ്റ് എക്സ്പോർട്ട് ചെയ്യും. എയർക്രാഫ്റ്റ് എന്താണ്? ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. മനസ്സിലായല്ലോ? അതെന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ എന്ത് ചെയ്യും? എക്സ്പോർട്ട് ചെയ്യും. മനസ്സിലായല്ലോ? അതാണ് എൻ്റെ പ്രത്യേകത. ഇനി ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യ എന്താ? ലേബർ അബൻഡൻസാണ്. ഇന്ത്യ എന്ത് ചെയ്യും? ഇന്ത്യ എന്ത് ചെയ്യും? ടെക്സ്റ്റൈൽ എക്സ്പോർട്ട് ചെയ്യും. ടെക്സ്റ്റൈൽ എന്താ? ലേബർ ഇൻറ്റൻസീവാണ്. മനസ്സിലായല്ലോ? അതെന്ത് ചെയ്യും? ഇന്ത്യ എന്ത് ചെയ്യും? അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും, എന്നിട്ട് അത് കൂടുതൽ എക്സ്പോർട്ട് ചെയ്യും. സോ ദിസ് ഈസ് ദ കൺക്ലൂഷൻ ഓഫ് Heckscher Ohlin model. On the basis of this assumption, the Heckscher model predicted that the capital abundant country specializes in the production and export of the capital intensive commodity. ഞാൻ തിരിച്ചിട്ടോളെ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ക്യാപിറ്റൽ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി അല്ല, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ടൈപ്പ് മാറിപ്പോയത് കേട്ടോ, കറക്റ്റ് ചെയ്തോളാം. ഓക്കെ, സോ റിമെമ്പർ, on the basis of recommendations, the Heckscher model predicted that capital abundant country specializes
സ്പെഷ്യലൈസസ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ദി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ഓൺ ദി അതർ ഹാൻഡ് ദ ലേബർ അബണ്ടൻറ്റ് കൺട്രി India specializes in the production and export of the labor intensive commodity. മനസ്സിലായല്ലോ, ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ഇതാണ് ഈ എക്സ് റോൾ മോഡൽ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്ത് ചെയ്യും? ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി സ്പെഷ്യലൈസ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യും. ലേബർ അബൻഡൻറ്റ് കൺട്രി ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി സ്പെഷ്യലൈസ് ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് സ്പെഷ്യലൈസ് ചെയ്യുന്ന പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, കൂടുതലായിട്ടില്ല. ഇനി നമുക്ക് 2-3 കോൺസെപ്റ്റ് കൂടെ പഠിച്ചിട്ട് നമുക്ക് ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ അതിനും കൂടെ ഒരു ടൈം തരിക, അതിന് ഒരു 5 മിനിറ്റ് കൂടെ ഉള്ളൂ. ഓക്കെ, നോ വാട്ട് ഈസ് ഫാക്ടർ ഇൻറ്റൻസിറ്റി ആൻഡ് ഫാക്ടർ അബണ്ടൻസ്? അത് നമ്മൾ ആദ്യം പറയണം. നമ്മൾ അസംഷൻ പറയുന്നതിന് മുമ്പ് ഇത് പറയുകയാണെങ്കിൽ ഇവിടെ എളുപ്പമുണ്ടായിരുന്നു അല്ലേ? സാരമില്ല, നമുക്ക് എന്താണ് ഫാക്ടർ ഇൻറ്റൻസിറ്റി നോക്കാം. അതും കൂടെ അറിഞ്ഞാലേ ഈ മോഡൽ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. ഫാക്ടർ ഇൻറ്റൻസിറ്റി റെഫേഴ്സ് ടു ദി റിലേറ്റീവ് ക്വാണ്ടിറ്റി ഓഫ് ദി 2 ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി 2 കമ്മോഡിറ്റീസ്. റിലേറ്റീവ് ക്വാണ്ടിറ്റി മനസ്സിലായല്ലോ? എത്രമാത്രം നമ്മൾ കൂടുതൽ ലേബർ ഉപയോഗിച്ചു, എത്രമാത്രം നമ്മൾ കൂടുതൽ ലേബർ ഉപയോഗിച്ചു, എത്രമാത്രം നമ്മൾ കൂടുതൽ ഒരു സെക്കൻഡ് നമ്മൾ ക്യാപിറ്റൽ ഉപയോഗിച്ചു. ദിസ് ഷൂസ് ഫാക്ടർ ഇൻറ്റൻസിറ്റി. ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ തീവ്രത. ഏത് ഫാക്ടറാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കും? ലേബർ ഇൻറ്റൻസീവ് ആണോ നമ്മുടെ പ്രൊഡക്ഷൻ? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണോ നമ്മുടെ പ്രൊഡക്ഷൻ? ലെറ്റ് us assume that there are 2 commodities, cloth and steel. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് ഈ എന്താണ് ഫാക്ടർ ഇൻറ്റൻസിറ്റി എന്നുള്ള ആ ഡെഫിനിഷൻ കൂടെ നോക്കാം. ഫാക്ടർ ഇൻറ്റൻസിറ്റി റെഫേഴ്സ് ടു ദി റിലേറ്റീവ് ക്വാണ്ടിറ്റി ഓഫ് ദി 2 ഇൻപുട്സ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി 2 കമ്മോഡിറ്റീസ്. എക്സാമ്പിൾ പിടികിട്ടിയല്ലോ, റിലേറ്റീവ് ക്വാണ്ടിറ്റി. ഓക്കെ, ലേബർ ഇൻറ്റൻസിറ്റി, ക്യാപിറ്റൽ ഇൻറ്റൻസിറ്റി. So you are using more labor here in proportion to compared to capital. Here on the other hand, the second case, you are using more capital compared to labor. So relative quantity of the 2 inputs used in the production of in the 2 commodities. Let's assume that there are 2 commodities, cloth and steel. In order to identify steel as capital intensive, K by L in the production of steel will be greater than K by L in the production of what? Cloth. K by L എവിടെയായിരിക്കും? സ്റ്റീലിൽ കൂടുതലായിരിക്കും. എവിടത്തേക്കാളും? ക്ലോത്തിനേക്കാളും കൂടുതലായിരിക്കും. ക്ലോത്ത് നമ്മൾ സ്റ്റീലും ക്ലോത്തുമാണ് നമ്മൾ ടെക്സ്റ്റൈലും എയർക്രാഫ്റ്റിന് വിട്ട് സ്റ്റീൽ നമ്മൾ കൂടുതലായിട്ട് മെഷീൻ ഉപയോഗിച്ചാൽ ക്യാപിറ്റൽ ഉപയോഗിച്ചാണ് ഉൽപ്പാദിക്കാൻ നമ്മൾ വിചാരിച്ചോണം. അങ്ങനെയാണ് ഈ ക്ലോത്ത് കൂടുതലും മനുഷ്യൻ്റെ യത്നമുണ്ട് ലേബർ ഉപയോഗിച്ചാണ്. സോ കേബിൾ റേഷ്യോ എവിടെ കൂടുതലായിരിക്കും? സ്റ്റീൽ കൂടുതലായിരിക്കും. എന്തിനേക്കാളും? ക്ലോത്തിനേക്കാളും. സോ സ്റ്റീൽ ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി, ക്ലോത്ത് ഈസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. On the other hand, very low cable makes cloth a labor intensive commodity. Okay, so factor intensity is what? Factor intensity refers to the relative amount of the factor used in the production of a particular commodity. Now what is factor abundance? Another concept is factor abundance. Factor abundance under the Heckscher model is the relative distribution of the 2 factors of production. രണ്ട് മാത്രമല്ലേ ഇവിടെ ഉള്ളൂ. In the among the 2 countries. The 2 countries are distinguished by the difference in factor and abundance. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ നിന്ന് ഇന്ത്യ എന്നല്ല പറയേണ്ടത്, നമ്മൾ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി എന്നും ലേബർ അബൻഡൻറ്റ് കൺട്രി എന്നോ ലാന്നും പറഞ്ഞാൽ മതി. എന്താണ് ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി? CA. ലേബർ അബൻഡൻറ്റ് കൺട്രി. മനസ്സിലായല്ലോ? അപ്പോൾ അമേരിക്ക എന്താണ്? ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി. ഇന്ത്യ എന്താണ്? ലേബർ അബൻഡൻറ്റ് കൺട്രി. സോ അവിടെ എങ്ങനെയായിരിക്കും? വൺ കൺട്രി ഈസ് ക്യാപിറ്റൽ അബൻഡൻറ്റ്, capital rich, and the other country is labor abundant. നോക്കുക, KA divided by LA will be greater than KB divided by LB. B രണ്ടും രാജ്യങ്ങളാണ്, എയും ബിയും രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? ഇത് ക്യാപിറ്റൽ അബൻഡൻ്റ് ആയിരിക്കും, ഇത് ലേബർ അബൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ അസംഷൻ ഈ മോഡലിൻ്റെ അകത്ത് നമ്മൾ ത്രൂ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ മോഡലിൽ 2 എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. 2x2 മോഡലാണെന്ന് പഠിച്ച്. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട 2 പോയിൻ്റ്, ഒരു 4 പോയിൻ്റ് നമ്മളിവിടെ നോക്കുക. ഓർത്തിരിക്കേണ്ടത് ഇത് നമ്മൾ മറന്നേക്കരുത്. ഇന്ത്യ ഈസ് എ ലേബർ അബൻഡൻറ്റ് കൺട്രി. ഇന്ത്യ ലേബർ അബൻഡൻറ്റ് കൺട്രിയാണ്, ലേബർ ഇൻറ്റൻസീവ് കൺട്രി അല്ല. ശരിയല്ല? അങ്ങനെ ഇൻറ്റൻസിറ്റി ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പറയുന്നത്. ഇന്ത്യ ഈസ് എ ലേബർ അബൻഡൻറ്റ് കൺട്രി, US ഈസ് എ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി. മനസ്സിലായല്ലോ? ക്ലോത്ത് ഈസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. അങ്ങനെയാണെങ്കിൽ ക്ലോത്ത് ക്യാപിറ്റൽ. ഒരു സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ സ്റ്റീലാണല്ലോ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ. സ്റ്റീൽ എന്തായിരിക്കും? സ്റ്റീൽ ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. നോക്കാം. ഓക്കെ, സ്റ്റീൽ ഈസ് എ
ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാം. ഇന്ത്യ ഈസ് എ ലേബർ അബൻഡൻറ്റ് കൺട്രി, US ഈസ് എ ക്യാപിറ്റൽ അബൻഡൻറ്റ് കൺട്രി. ക്ലോത്ത് ഈസ് എ ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി, സ്റ്റീൽ ഈസ് എ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ മോഡൽ എന്തായിരിക്കും പറയുക? ഇന്ത്യ ഷുഡ് സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി. മനസ്സിലായല്ലോ? ഇന്ത്യ ആസ് എ ലേബർ അബൻഡൻറ്റ് കൺട്രി ഷുഡ് സ്പെഷ്യലൈസ് in the production and export of labor intensive commodity. The US should specialize in the production and export of capital abundant, being a capital country, it should specialize in the production and export of what? Capital intensive commodity. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്, നമ്മളോട് ഈ ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി, ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി അല്ലെങ്കിൽ ഫാക്ടർ അബൻഡൻറ്റ് മോഡൽ അല്ലെങ്കിൽ മോഡേൺ തിയറി ഓഫ് international trade proposed by Heckscher and Ohlin. നമ്മളോട് പറയുന്നത് എന്താണ്? Capital abundant country should specialize in the production and export of what? Capital intensive commodity, and a labor abundant country should specialize in the production and export of what? A labor intensive commodity. Okay, so that is enough. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡയഗ്രാമൊക്കെ വെച്ച് നമുക്ക് പറയാം. കുറച്ചുകൂടെ ഉണ്ട് ഈ മോഡൽ, പെട്ടെന്ന് അങ്ങനെ തീർന്നില്ല. ഞാൻ ഇന്നുകൊണ്ട് തീർക്കാമെന്നും കൊണ്ട് വന്നതാണ്. പക്ഷേ നമുക്ക് ബേസിക്സ്, നിങ്ങൾ മാത്സുകാരായതുകൊണ്ട് ബേസിക്സും കൂടെ കിട്ടി വേണമല്ലോ പോകാൻ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അല്ലാതെ നമ്മൾ എക്കണോമിക്സുകാരാണെങ്കിൽ നമ്മൾ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർ ബേസിക്സിലേക്കും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കിപ്പോൾ ഏകദേശം പിടികിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ തീരെ നമ്മൾ പെട്ടെന്ന് പോകും. കാരണം ഇത്രയും കാര്യങ്ങൾ നമുക്കൊരു ഫ്രെയിംവർക്കാണല്ലോ. ഇതിൻ്റെ വെച്ച് ബേസിൽ നമ്മളിനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യ എങ്ങനെ, ഇപ്പോൾ ഡയഗ്രത്തിൻ്റെ ബേസിൽ നമ്മളങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. അത് നമുക്ക് ഇച്ചിരി സിമ്പിളായിരിക്കും. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.